നമുക്ക് ദൃശ്യങ്ങളിൽ അവരെ കാണാൻ സാധിക്കും. മൊണാലിസ ഭോസ്ലെയും അതേപോലെ തന്നെ അവരുടെ കാമുകൻ ഫർമാൻ ഖാനും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവരുടെ വാക്കുകൾക്ക് നമുക്ക് കാതോർക്കാം. അവരുടെ വാക്കുകൾ ഉടൻ ഉണ്ടാകും. എന്താണ് അവർക്ക് കേരളത്തിലേക്ക് എത്താനുള്ള സാഹചര്യം എന്നുള്ള കാര്യമടക്കം അവർ പറയും എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ക്ഷേത്രത്തിലേക്ക് വിവാഹത്തിനായി ഇറങ്ങുകയാണ്. ഒരുപക്ഷെ കേരള സ്റ്റോറി, ദ റിയൽ കേരള ലവ് സ്റ്റോറി എന്നൊക്കെ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു നിമിഷം കൂടിയാണ്. ഫർമാൻ ഖാൻ, അതേപോലെ തന്നെ മധ്യപ്രദേശ് ഇൻഡോർ സ്വദേശിയായിട്ടുള്ള മൊണാലിസ ഭോസ്ലെ, അവർ ഇപ്പോൾ ആ ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട കവാടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ നിന്ന് അവർ ക്ഷേത്രത്തിന്റെ മുൻപിലേക്ക് എത്തും. അവിടെ വെച്ചായിരിക്കും വിവാഹം നടക്കുക. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ വിശദമായിട്ടുള്ള പ്രതികരണം നമുക്ക് അവിടെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഏതായാലും അങ്ങനെ ഒരു നീക്കം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ടെന്നുള്ളതാണ്. യെസ്, ദൃശ്യങ്ങളിൽ കാണാം. അവിടെ മാധ്യമപ്രവർത്തകരൊക്കെ അവരുടെ പ്രതികരണത്തിനായി ഈ രീതിയിൽ കാത്തു നിൽക്കുകയാണ്. കഴിഞ്ഞ കുറേ നേരമായി കാത്തിരിക്കുന്നു. അവർ ഇപ്പോൾ പ്രതികരിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ചടങ്ങ് അല്പസമയത്തിനകം അവിടെ നടക്കും. അരുമാനൂർ നൈനാക്ഷേത്രത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുക. അതിനായി അവർ നീങ്ങുകയാണ്. അതിനു മുമ്പ് അവരുടെ പ്രതികരണം കിട്ടുമോ എന്നാണ് മാധ്യമപ്രവർത്തകർ തേടുന്നത്. അവർക്ക് ആ കാറിനടുത്തേക്ക് നീങ്ങാൻ പറ്റാത്ത അത്തരത്തിലൊരു തിരക്കൊക്കെ ഇപ്പോൾ നമുക്ക് അവിടെ കാണാം. എന്തായാലും സന്തോഷമുള്ള ഒരു ഫ്രെയിമായി ഇത് മാറുകയാണ്. കാരണം അവർ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേരളത്തിലേക്ക് വന്നത്. മറ്റ് രാജ്യത്തിൻ്റെ എവിടെ പോയി കഴിഞ്ഞാലും തനിക്കെതിരെ എതിർപ്പുണ്ടാകും, ഈ ബന്ധത്തിനെതിരെ എതിർപ്പുണ്ടാകും എന്നായിരുന്നു മൊണാലിസ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ആദ്യ പ്രതികരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലേക്ക് എത്തിയത്. പിന്നീട് തമ്പാനൂർ സ്റ്റേഷനിലെത്തി പോലീസിനോട് പറഞ്ഞതും അതുകൊണ്ടാണ് എന്ന് പറയുന്നു. അതോടൊപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊരു കേസ് വന്നു കഴിഞ്ഞാൽ ബന്ധുക്കളെ, വീട്ടുകാരെ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. അതൊക്കെ പോലീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. 18 വയസ്സ് പൂർത്തിയായതുകൊണ്ട് തന്നെ എന്താണോ ഇരുവരുടെയും താല്പര്യം അതിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതുപ്രകാരം മൊണാലിസ സുഹൃത്തിനൊപ്പം പോകണം എന്ന രീതിയിൽ തന്നെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അതിന് പിന്നാലെയാണ് വിവാഹം ഇന്ന് തന്നെ നടത്താം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ചടങ്ങ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അതിന് CPM-ന്റെ പൂർണ്ണ പിന്തുണയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ അവിടെ എത്തിയിട്ടുണ്ട് എന്നതും വളരെ വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. കൃത്യമായി ഇതാണ് കേരളം എന്ന് മറ്റുള്ളവരെ, പുറം നാട്ടുകാരെ ഒക്കെ തന്നെ അറിയിക്കാനുള്ള, അല്ലെങ്കിൽ അറിയിക്കുന്നതാണ് ഈ നിമിഷം, ഈ മുഹൂർത്തം എന്ന് ഓരോ നേതാക്കളും മാറി മാറി പറയുകയായിരുന്നു. മറ്റൊന്നും പറയേണ്ടതില്ല, മറ്റൊന്നും അവകാശപ്പെടേണ്ടതില്ല. ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്. ഇതാണ് യഥാർത്ഥ കേരളം, ഇതാണ് റിയൽ കേരളം സ്റ്റോറി എന്ന രീതിയിൽ തന്നെയാണ് ഓരോ നേതാക്കളും പ്രതികരിച്ചത്. ഒരു അവകാശവാദങ്ങളും ആരും നടത്തേണ്ട കാര്യമില്ല. ഈ കാര്യങ്ങൾ മാത്രം, ഇപ്പോൾ കാണുന്ന കാര്യങ്ങൾ മാത്രം മതി. എന്താണ് കേരളമെന്നും എന്താണ് കേരളത്തിൻ്റെ യഥാർത്ഥ ചിത്രം എന്നുള്ളതും അത് മനസ്സിലാക്കാൻ ഇപ്പോൾ നടക്കുന്ന ഈ കാര്യങ്ങൾ, ഈ സംഭവങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി, കണ്ടാൽ മാത്രം മതി എന്നാണ് ഓരോ നേതാക്കളും പ്രതികരിച്ചത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം അരുമാനൂർ നൈനാർ ക്ഷേത്രം, അവിടെയാണ് ഈ വിവാഹ ചടങ്ങ് നടക്കുന്നത്. അതിനായി ഇരുവരും അവിടെ എത്തിയിട്ടുണ്ട്. ഫർമാൻ ഖാൻ ഒപ്പം മൊണാലിസ ഭോസ്ലെ രണ്ടുപേരും ഇപ്പോൾ ക്ഷേത്രത്തിനകത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷഫീദ് റാവുത്തർ അതിൻ്റെ വിവരങ്ങളും വായിച്ചിരുന്നു. ഷഫീദ്, അവർ ഒരുപക്ഷെ ചടങ്ങിന് ശേഷമായിരിക്കും മാധ്യമങ്ങളോട് പ്രതികരിക്കുക എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ചെറിയൊരു തിക്കും തിരക്കൊക്കെ നമ്മളവിടെ കണ്ടു. എല്ലാവരും കുറെ നേരമായി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ചടങ്ങ് നടക്കാൻ പോകുന്നു അല്ലേ ക്ഷേത്രത്തിൽ? പ്രതിനുറപ്പായിട്ടും അല്പസമയത്തുള്ള ചടങ്ങ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇവർ ഈ തമ്പാനൂരിലേക്ക് ഇന്ന് രാവിലെ അഭയം തേടി സ്റ്റേഷനിലേക്ക് എത്തി എന്നുള്ള കാര്യം അറിഞ്ഞത് മുതൽ മാധ്യമങ്ങളടക്കം ഇവരെവിടെയെന്നുള്ള ചോദ്യമായിരുന്നു. അതിനുശേഷം ഒരു ചിത്രം മാത്രമാണ് നമുക്ക് പുറത്തേക്ക് ലഭിച്ചത്. അതിന് പിന്നാലെയാണ് ഇന്ന് വൈകിട്ടാകുമ്പോഴേക്കും അവരുടെ വിവാഹം എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ മാറുന്നത്. അതിന്റെ ഒരു തിക്കും തിരക്കമാണ് നിലവിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഏതായാലും നിലവിൽ ഈ കാണുന്ന കാഴ്ച അത് നമ്മൾ ലോകത്തിന് മുൻപിലേക്ക് സമർപ്പിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ്. കാരണം കേരളം എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് ആർക്കും ഭയമില്ലാതെ, ഏത് റിലീജിയന്റെ ഭാഗമായിട്ടാണെങ്കിലും ഏത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, പ്രണയിക്കുന്നുണ്ടെങ്കിൽ ഒന്നിക്കാൻ കഴിയുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ഇപ്പോഴും കേരളത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായി, അതല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് മുൻപ് പ്രചരിച്ചിരുന്ന പല കാര്യങ്ങളും അത് ശരിയായ കാര്യങ്ങളല്ല എന്നൊക്കെയുള്ളത് വ്യക്തമാക്കുന്ന എന്നുള്ള കാര്യം അടയാളപ്പെടുത്തുന്ന ഒരു നിമിഷം കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അല്പസമയത്തിനുള്ള അവരുടെ വിവാഹ ചടങ്ങുകൾ നടക്കും. അതിനുശേഷം അവരുടെ വിശദമായ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു വലിയ സെലിബ്രിറ്റിയാണ്. കാരണം സിനിമ
നടിയാണ്. അതിനപ്പുറത്തേക്ക് ഒരു വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളാണ് ഈ പറയുന്ന മൊണാലിസ ഭോസ്ലെ. അവരുടെ കാമുകനായിട്ടുള്ള ഫർമാൻ ഖാൻ 1.5 വർഷം മുൻപാണ് ഇവർ സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ പരിചയപ്പെട്ട് അവർ വിവാഹ പ്രണയത്തിലേക്കാകുന്നത്. ആ പ്രണയത്തിന്റെ സാക്ഷാത്കാരം അത് കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റഹീം അടക്കം സൂചിപ്പിച്ചതുപോലെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകൾക്ക് പോലും അവരുടെ സംസ്ഥാനത്ത് ഈ രീതിയിൽ അവരുടെ പ്രണയബന്ധം ഒരുമിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് സ്വാഭാവികമായും അത് നിരാശാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുതന്നെയാണ് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃകയായി നമുക്ക് കാണാൻ കഴിയുന്ന കാര്യവും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടുപേർ അത് രണ്ടുപേരും രണ്ട് വിശ്വാസത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരാണ്. ഫർമാൻ ഖാനും മൊണാലിസ ഭോസ്ലെയും ഇവരുടെ ബന്ധുക്കളാണ്. മൊണാലിസ ഭോസ്ലെയുടെ ബന്ധുക്കളായിരുന്നു ഇതിൽ ഏറ്റവും തടസ്സം നിന്ന് ഈ ബന്ധത്തിന് വലിയ തടസ്സമായി നിന്നത്. അവിടെയാണ് ഇപ്പോൾ മറ്റൊരു തരത്തിൽ ഈ വിവാഹം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ അവർ ഈ തമ്പാനൂരിലേക്ക് എത്തി. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അവർ ഇതുമായി ബന്ധപ്പെട്ട് അവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പിതാവിന്റെ ഭീഷണിയാണ്, പിതാവിന്റെ ഭാഗത്ത് നിന്ന് സംരക്ഷണം ഒരുക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു ക്രമീകരണം, ഈ രീതിയിലുള്ള ഒരു വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. പ്രജിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.